ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു. ആത്മീയമായും ശാരീരികമായും നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ദൈവവചനത്തെ സ്വന്തമാക്കുവാൻ അവസരം നൽകിയ കർത്താവിലേക്ക് നമുക്ക് നോക്കാം. മനുഷ്യർ പറയുന്ന 1000 വാക്കിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വാക്ക്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയോടെ ഒരുക്കമുള്ള ഹൃദയത്തോടെ സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് പ്രാർത്ഥനാപൂർവം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഏറ്റുവാങ്ങിക്കൊണ്ട് കർത്താവായ യേശുവിൽ വളരുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ച് അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് എപ്രകാരമാണ് യേശു ക്രിസ്തു സാത്താന്യ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യേശു നമ്മളെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. 2 തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. 1 സാധാരണ സ്വാതന്ത്ര്യം, 2 യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. നമ്മൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്കും യഥാർത്ഥമായ വിമോചനത്തിലേക്കും നയിക്കുവാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് സകല മനുഷ്യരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊതിക്കുകയാണ്. ഇവിടെയാണ് ഈ വചനം വിളിച്ചു പറയുന്നത്, ജീസസ് ഈസ് ദ ലിബറേറ്റർ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണ്. ഇന്ന് അനേകരുടെ ജീവിതം എന്ന് പറയുന്നത് കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിന്റേത് പോലെയാ. എന്താ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിന്റെ പ്രത്യേകത? ശരീരം മുഴുവൻ നാടകൾ കൊണ്ട് ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുക. ജീവനുണ്ടോ? ജീവനുണ്ട്. പക്ഷേ ആ ജീവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് ഇതുപോലെ അനേകം ദൈവമക്കള് ജീവൻ നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട്, ആനന്ദം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, അഭിഷേകം നഷ്ടപ്പെട്ട്, ദൈവകൃപ നഷ്ടപ്പെടുത്തി അടിമത്തത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു നമ്മെ യഥാർത്ഥത്തിൽ വിടുവിക്കുന്ന ദൈവമാണ്. അവന് മാത്രമേ നമ്മുടെ ജീവിതങ്ങളിലേക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം പകരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു നൽകുന്ന ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് തുറന്നു വരുന്ന ശുശ്രൂഷകളിൽ ഏറെ ഒരുക്കത്തോടെ നമുക്ക് പങ്കുകൊള്ളാം. യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നത്? യേശു ലോകത്തിലേക്ക് വന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദത്തെ വഞ്ചനയിലൂടെ, ചതിയിലൂടെ, അനുസരണക്കേട് കാണിപ്പിച്ച് ദൈവം മനുഷ്യന് കൊടുത്ത അധികാരവും ആധിപത്യവും വഞ്ചനയിലൂടെ പിശാച് കയ്യിലൊതുക്കുകയാണ്. സാത്താൻ കയ്യിലൊതുക്കിയ ഈ അധികാരത്തെ തിരിച്ചു പിടിക്കുവാൻ ഇതാ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. യേശു ദൈവപുത്രനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പിശാചിന്റെ പ്രവർത്തികളെ, സാത്താൻ ആധിപത്യങ്ങളെ, സാത്താന്റെ അധികാരങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയ. ഗ്രീക്കിൽ ഈ വാക്കിന് പറയുന്ന പേര് കാർത്താർജിയോ എന്ന. കാർത്താർജിയോ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, നിഷ്ക്രിയനാക്കുക, മരവിപ്പിക്കുക, ശൂന്യനാക്കുക, അശക്തനാക്കുക എന്നൊക്കെയാണ്. യേശു
തന്റെ കാൽവരിയിലെ കുരിശിലെ ബലിയിലൂടെ സാത്താൻ ആധിപത്യങ്ങളെ അവൻ നശിപ്പിക്കുകയാ, സാത്താന്റെ അധികാരത്തെ മരവിപ്പിക്കുകയാ, സാത്താനെ അശക്തനാക്കുകയാ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം, അഭിഷേകത്തിലുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ശത്രുവായ പിശാച് പരാജയപ്പെട്ടിരിക്കുന്നുവെന്നുള്ള ദൈവീക സത്യം നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിലേ വിജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശു ലോകത്തിലേക്ക് വന്നത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാ. ഹെബ്രായ പുസ്തകം 2-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് പറ്റും. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാകുന്നത് പോലെ യേശു ക്രിസ്തുവും നമ്മെ പോലെ രക്തശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനായി വന്നു. എന്തിനാണ് യേശു ക്രിസ്തു നമ്മെ പോലെ രക്തത്തിലും മാംസത്തിലും ഭാഗവാക്കായി വന്നത്? എന്തിനാണ് യേശു മനുഷ്യത്വം സ്വീകരിച്ചത്? ഇന്ന് അനേകരുടെ ഉള്ളത്തിൽ ഉയരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് യേശു മനുഷ്യനായി വന്നത്? ദൈവമായിട്ട് മാത്രം ഇങ്ങ് വരാമായിരുന്നില്ലേ? എന്തിനാണ് ക്രിസ്തു മനുഷ്യനായി വന്നത്? പ്രിയമുള്ളവരെ, യേശു നമ്മെപ്പോലെ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കായി മാറിയതിന് പിന്നിൽ വലിയ ഒരു രഹസ്യമുണ്ട്. യേശു ദൈവമായിട്ടാണ് വന്നിരുന്നതെങ്കിൽ ദൈവത്തിന് മരിക്കാൻ പറ്റുമായിരുന്നില്ല. പിശാചിന്റെ അധികാരത്തെ തകർക്കണമെങ്കിൽ, സാത്താൻ ആധിപത്യങ്ങളെ നിർവീര്യമാക്കണമെങ്കിൽ, മരണ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ യേശു മരിക്കണം. യേശു ദൈവമായിട്ടാണ് വന്നിരുന്നെങ്കിൽ യേശുവിന് മരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന് മരണമില്ല. ദൈവത്തിനെ കൊല്ലുവാൻ ആർക്കും പറ്റില്ല. ദൈവത്തെ കുരിശിൽ തറയ്ക്കാൻ ആർക്കും പറ്റില്ല. ദൈവത്തെ ബന്ധിക്കാൻ ആർക്കും പറ്റില്ല. ദൈവത്തെ പിടിച്ചു കെട്ടുവാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് യേശു അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. വചനം പറയാ, അതെന്തിനു വേണ്ടി? മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്തിലൂടെ നശിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ! യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ അതാണ് നമുക്ക് വേണ്ടി ചെയ്തത്. യേശു തന്റെ മരണത്തിലൂടെ അതുവരെ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിച്ചു. നമ്മൾ ആരും ഇനി പിശാചിനെ ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് അനേകരെ കണ്ടിട്ടുണ്ട്, അവർക്ക് പിശാച് എന്ന് പറയുന്നത് എന്തൊരു പേടിയാണെന്നറിയോ? അവിടെ നോക്കിയ ബന്ധനം, ഇവിടെ നോക്കിയ ബന്ധനം, ആ ബന്ധനം, ഈ ബന്ധനം. ഇന്ന് നമ്മളെ ആത്മീയതയിൽ കടന്നു വരുന്നൊരു വലിയ പ്രശ്നമാണ്, കാണുന്നത് മുഴുവൻ ബന്ധനമായി പിശാചായി കാണുന്നൊരവസ്ഥ. പ്രിയ ദൈവമക്കളെ, വചനം പഠിപ്പിക്കുകയാ, നമ്മൾ പിശാചിനെ വലുതായി കാണരുത്, പിശാചിനെ ചെറുതായി കാണുക, യേശു ക്രിസ്തുവിനെ വലുതായി കാണുക. വചനം പഠിപ്പിക്കുന്നു, മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ യേശു ക്രിസ്തു തന്റെ മരണത്തിലൂടെ നശിപ്പിച്ചു. ഇതെന്തിനു വേണ്ടിയാ കർത്താവ് ഇത് ചെയ്തത്? വീണ്ടും വചനം പറയാ, അത് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഇപ്രകാരം ചെയ്തത്. ഹല്ലേലൂയ! നമ്മളിവിടെ ശ്രദ്ധിക്കണം, മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയ ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് ഒരുപാട് ജീവിതങ്ങളിൽ പിശാച് ഇതൊരു മുഖമാക്കി വെച്ചിരിക്കുക. മരണഭയം. മരണഭയം. ഞാൻ മരിക്കുമോ? ഒരു നിസ്സാര അസുഖം വരുമ്പോഴേക്കും, ഒരു നിസ്സാര പ്രശ്നം വരുമ്പോഴേക്കും മരണത്തെക്കുറിച്ചുള്ള ആകുലത. ഈ മരണഭയത്തിലുള്ള ഒരു പ്രത്യേകതയാണ്, തലയിൽ ഒരു വേദന വരുമ്പോഴേക്കും ഇവര് ചിന്തിക്കും, ഓ ദൈവമേ, ഇത് ബ്രെയിൻ ട്യൂമർ ആണോ? ഇതാ തല കറങ്ങണ്ടല്ലോ, തല കുത്തി കുത്തിയുള്ള വേദന, ഛർദ്ദിക്കാൻ വരുന്നുണ്ടല്ലോ, ഇത് ബ്രെയിൻ ട്യൂമർ തന്നെ, ഇത് ബ്രെയിൻ ട്യൂമർ തന്നെ, എനിക്ക് ബ്രെയിൻ ട്യൂമർ പിടിച്ചു. ഇങ്ങനെ ബ്രെയിൻ ട്യൂമർ ആണെന്നും പറഞ്ഞ് നടക്കുക. ഡോക്ടേഴ്സിന് കാണിക്കും, ഒരു രോഗവുമില്ല. ഡോക്ടേഴ്സിന് മാറി മാറി കാണിച്ച് നടക്കുക. ചെസ്റ്റിൽ ഒരു വേദന വരുമ്പോഴേക്ക് ഈ കൂട്ടർ ചിന്തിക്കും, കർത്താവേ, ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് ആണോ? ഹാർട്ട് അറ്റാക്കിന്റെ ആരംഭം അവിടെ വേദനയുണ്ടല്ലോ, ഇതാ വേർപ്പ് വരണല്ലോ, ഇതാ തളരണം, ഇതാ കെട്ടി പറഞ്ഞു വീണു. ഇന്ന് ഒരുപാട് വ്യക്തികൾ ഇതുപോലെ മരണഭയത്തില്. നമ്മൾ ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമല്ല ഇത്. നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികളിൽ പിശാച് ഈ നുകം വെച്ചിട്ടുണ്ട്. ഇന്ന് നുകം ഒടിഞ്ഞു മാറണം.
ഈ ബന്ധനത്തിന് കെട്ട് പൊട്ടണം. അതുകൊണ്ട് യേശു പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ മേഖലകളിലൊക്കെ നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമാണ്, നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. അത് നൽകുവാൻ തന്നെയാ കർത്താവ് നമുക്കായി വന്നിരിക്കുന്നത്. ഈ കൂട്ടർ ചിന്തിക്കും, വയറ്റിലൊരു വേദന വരുമ്പോഴേക്കും, ദൈവമേ ആമാശയത്തിന് ക്യാൻസർ പിടിച്ചു, വയറ്റിൽ ക്യാൻസർ ആണോ, ഓ ഇത് ദഹിക്കുന്നില്ലല്ലോ, പുളിച്ചു തേട്ടുന്നു, ദഹനക്കുറവ്, ഇതാ വയറ് വന്ന് വീർക്കുന്നു, ഇങ്ങനെ പോവുകയാ. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, ഒരിക്കൽ ഒരു 5 ദിവസത്തെ ശുശ്രൂഷയ്ക്കായി ഒരു സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ ഒരു അമ്മയും മകളും കൂടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. ഈ മകള് വളരെ വേദനയോടുകൂടി ഇപ്രകാരം പറഞ്ഞു, എന്റെ അമ്മ വളരെ പുണ്യപ്പെട്ടൊരു സ്ത്രീയാ, പ്രാർത്ഥിക്കുന്ന വളരെ ദൈവഭയമുള്ള ഒരു സ്ത്രീ, എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട അമ്മയാ. ഈ സമയത്ത് അമ്മച്ചി പറഞ്ഞു, അത് ശരിയാ, അവള് പറഞ്ഞത് ശരിയാ, ആണും പെണ്ണുമായി ഇവർ കുറെ ഒരു കുഞ്ഞുള്ളൂ. പക്ഷെ ഈ പെൺകുട്ടി പറഞ്ഞു, ഏകദേശം 6 മാസമായിട്ട് വീട്ടിലാകെ മൂകതയാ, സന്തോഷമില്ല, തമാശയില്ല, ചിരിയില്ല, ഒരു ആനന്ദമില്ല, വീടൊരു ശവപ്പറമ്പായി മാറിയതുപോലെ. കാരണം അമ്മച്ചി എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കും. അമ്മയ്ക്ക് എപ്പോഴും മരണഭയമാണ്, എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് സന്തോഷമില്ല, എന്ത് തന്നെ ചെയ്താലും അമ്മയ്ക്ക് ഒട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല, ആനന്ദിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ഈ അമ്മച്ചി വളരെ വേദനയോടുകൂടി പറഞ്ഞു, മോള് പറഞ്ഞത് ശരിയാ, എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഈ മരണഭയം എന്ന അടിമത്തത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല. ഈ മകള് അമ്മയെ നോക്കി വളരെ വേദനയോടുകൂടി പറയാ, എന്റെ അമ്മ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ കിടക്കണേ. ഞാൻ ചോദിച്ചു, എങ്ങനെ കിടക്കണേ? ഈ സമയത്ത് മോള് പറയാണ്, ആ കട്ടിലിലെ ആ കിടക്കിയിൽ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കും, കിടന്നിട്ട് കൈ ഇങ്ങനെയൊക്കെ കൂപ്പി പിടിച്ച് ഒരു കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചി മോള് പറഞ്ഞ ശരിയാണോ? ഉടനെ അമ്മച്ചി പറഞ്ഞു, ശരിയാ, ഞാൻ അങ്ങനെ തന്നെ. ഞാൻ എന്തിനാ അങ്ങനെ കിടക്കുന്നത്? ഞാൻ ഈ കിടപ്പിലെങ്ങാനും മരിച്ചു പോയെങ്കിൽ മോൾക്കതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച അതെല്ലാം ഒരുങ്ങി ഞാൻ അങ്ങ് ശരിക്കങ്ങ് കിടക്കുക. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്യേ, ആ കൂപ്പി പിടിച്ചിരിക്കുന്ന കൈകളില് ഒരു കുരിശും കൂടി കുത്തിവെക്കാൻ നല്ലതായിരിക്കും. അമ്മച്ചിക്ക് അതൊരു തമാശയായിട്ട് പെട്ടെന്ന് തോന്നിയാലും, പ്രിയമുള്ളവരെ, എന്റെ ഉള്ളിൽ വലിയൊരു ഭാരം വന്നു. എങ്ങനെയാണ് ഈ അടിമത്തത്തിൽ നിന്ന് ഈ അമ്മച്ചിയെ രക്ഷിക്കുക? ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു, യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, ക്രിസ്തുവിന്റെ രക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ അത്ഭുതകരമായ കരം അമ്മച്ചിയുടെ മേൽ വന്നു. ആ അടിമത്തത്തിൽ നിന്ന്, മരണഭയത്തിന്റെ ആ നുകത്തിൽ നിന്ന് യേശു ക്രിസ്തു അമ്മയ്ക്ക് പൂർണ്ണമായ വിടുതൽ നൽകി. ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക മക്കളിലേക്ക് ഇപ്പോൾ കർത്താവിന്റെ ഇതേ അത്ഭുത ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. മരണഭയത്തിന്റെ കെട്ടിൽ നിന്ന്, മരണഭയത്തിന്റെ നുകത്തിൽ നിന്ന്, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ, ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, എന്റെ ജീവിതം അവസാനിച്ചല്ലോ എന്നോർത്ത് ഭയപ്പെടുന്ന, ആകുലപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി, അനുഗ്രഹമായി ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് ഈ അഭിഷേകം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചത് എല്ലാവിധ സാത്താൻ ആധിപത്യങ്ങളിൽ നിന്നും നമ്മളെ വീണ്ടെടുത്ത് രക്ഷിക്കാനായിരുന്നു. എന്നാൽ ഇന്ന് അനേകം ദൈവമക്കളെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ ക്രിസ്തുവിൽ നിന്നുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ. പ്രിയമുള്ളവരെ, സാത്താൻ ഈസ് നോട്ട് സ്ട്രോങ് ബട്ട് ഈസ് കണ്ണിങ്. പിശാച് ബലവാനല്ല, അവൻ ശക്തനല്ല, പക്ഷെ വളരെ സൂത്രശാലിയ. ഇന്ന് അനേകം ദൈവമക്കളെ പിശാചി വിധം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാ. അവന്റെ അനേകം നുണകളിൽ, പിശാച് നൽകുന്ന തെറ്റായ ബോധ്യങ്ങളിൽ, സാത്താൻ നൽകുന്ന തെറ്റായിട്ടുള്ള ആശയങ്ങളിൽ. പ്രിയമുള്ളവർ, നമ്മൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വിശുദ്ധ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു തന്റെ മരണത്തിലൂടെ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. പിശാചുണ്ട്, ബന്ധനങ്ങളുണ്ട്,
അടിമത്തങ്ങളുണ്ട്, നുഖങ്ങളുണ്ട്, ഇതെല്ലാം ശരിയാ. പക്ഷെ അതിനെ തകർക്കുന്ന, അതിനെ പരാജയപ്പെടുത്തിയ കർത്താവാണ് നമ്മുടെ യേശു. ഈ വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അനേകർ ഈ സത്യം അറിയാതെ പിശാചിനെ ഭയപ്പെട്ട് സാത്താൻ പറയുന്ന വാക്കുകളിൽ വിശ്വസിച്ച് ഇന്ന് അനേകരെ വഞ്ചിതരായിക്കൊണ്ടിരിക്കുക. ഈ രോഗം മാറില്ല, നീ രക്ഷപ്പെടില്ല, നീ അനുഗ്രഹം പ്രാപിക്കില്ല, നിന്റെ കുടുംബം ഒരിക്കലും അഭിവൃദ്ധിയിലേക്ക് വരില്ല, നിന്റെ കുഞ്ഞുങ്ങള് വിശുദ്ധിയുടെ വഴിയിൽ നടക്കില്ല എന്ന് തുടങ്ങുന്ന നുണകളിൽ ഇന്ന് അനേകര് വഞ്ചിതരായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ഇന്ന് അനേകരുടെ ചിന്താമണ്ഡലങ്ങളിൽ പിശാച് അവന്റെ കളകൾ വിതച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ചില ബന്ധങ്ങളിൽ ഇതുപോലുള്ള ചില സ്വാധീനങ്ങൾ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ തലങ്ങളിലേക്കെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിന്റെ കറയില്ലാത്ത രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന് സകല അടിമത്തങ്ങളെയും തകർക്കുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. ഏത് ആധിപത്യ മുഖങ്ങളെയും ഒടിച്ചു കളയുവാനുള്ള വലിയ അഭിഷേകം യേശുവിന്റെ രക്തത്തിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. ആ രക്തം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമുക്ക് ലഭ്യമാകേണ്ട ആ വിടുതലിന്റെ അനുഭവങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന ബന്ധനത്തിന്റെ തലങ്ങളിലേക്ക്, നമ്മൾ സൗഖ്യം പ്രാപിക്കേണ്ട മേഖലകളിലേക്ക്, നമ്മൾ അനുഗ്രഹത്തിലേക്ക് വരേണ്ട ആ തലങ്ങളിലേക്കെല്ലാം യേശുവിന്റെ രക്തത്തെ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തുവിന്റെ വലിയ സ്വാതന്ത്ര്യം, അഭിഷേകവും വ്യാപരിക്കുന്നത് ദൈവമക്കളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് ദൈവത്തെ നോക്കി പരിഹസിച്ചിരിക്കുക. ആ ദൈവിക പദ്ധതിയിൽ നിന്ന് മനുഷ്യനെ മാറ്റിക്കളഞ്ഞപ്പോൾ അതിലുള്ള സന്തോഷം കൊണ്ട് സാത്താൻ ദൈവത്തെ നോക്കി പരിഹസിച്ചിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ ഏറ്റവും സുന്ദരമായ വാഗ്ദത്തമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇതാ ദൈവം വിളിച്ചു പറഞ്ഞു. രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ദൈവം ആദ്യം കൊടുത്തത് പിശാചിനോട് തന്നെയാണ്. ദൈവം പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, നിന്റെ തല തകർക്കും. തല എപ്പോഴും എന്തിനെ സൂചിപ്പിക്കുന്നത്? അത് അധികാരത്തെയാണ്, ആധിപത്യത്തെയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ടൊക്കെ പറയാറുണ്ട്, തലയിരിക്കുമ്പോ വാലാടണ്ട. തല എപ്പോഴും അധികാരത്തെ സൂചിപ്പിക്കുന്നത്. സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു നിന്റെ തല തകർക്കുന്നവൾ. എന്താ അതിന്റെ അർത്ഥം? നിന്റെ ആധിപത്യത്തെ ചതിയിലൂടെ, വഞ്ചനയിലൂടെ നീ പിടിച്ചെടുത്ത ഈ അധികാരത്തെ, ഈ ആധിപത്യത്തെ സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു തകർത്തു കളയും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. എന്താണ് കുതികാലിൽ ഏൽപ്പിക്കുന്ന പരിക്ക്? ഇതൊരു പ്രവചനാത്മകമായ ഭാഗമാണ്. യേശു ക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണത്തുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ് നീ അവന്റെ കുതികാലിൽ ഏൽപ്പിക്കുന്ന പരിക്ക്. എന്നാൽ നീ ഏൽപ്പിക്കുന്ന പരിക്കിലൂടെ സ്ത്രീയുടെ സന്തതിയായ യേശു നിന്റെ അധികാരത്തെ, ആധിപത്യത്തെ ഇല്ലാതാക്കും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ചയിൽ വരുന്ന ശുശ്രൂഷയിൽ നമുക്കിതിന്റെ ബാക്കി ഭാഗം കാണാം. എങ്ങനെയാണ് യേശു ക്രിസ്തു പിശാചിന്റെ അധികാരത്തെ തകർത്ത് കളഞ്ഞ് നമ്മുടെ ജീവിതങ്ങൾക്ക് അവൻ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകിയത്. ഈ സമയം ക്രിസ്തുവിലൂടെ ലഭ്യമായ ആ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്കെല്ലാം ഒഴുകപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പിശാച് അവൻ പരാജയപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു നമുക്ക് നൽകിയ വിജയത്തിൽ പങ്കാളികളായി ഒരു ജയജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിലൂടെ ദൈവം നൽകുന്ന ഈ അഭിഷേകത്തെ ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തെ നമുക്ക് വെളിപ്പെടുത്താം. അതിനായി ആഗ്രഹിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ.
യേശുവിലൂടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവത്തിന്റെ മുൻപിലാണ് ഈ സമയം നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്നത്. ഈ ആരാധന ശുശ്രൂഷ നമുക്കായി ഒരുക്കി നൽകിയ കർത്താവിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യമാണിത്. കർത്താവിന്റെ സ്നേഹം അവോളം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് നോക്കാം. ഏതൊക്കെ മേഖലകളിലാണോ നമുക്കൊരു വിടുതൽ വേണ്ടത്, ഏതൊക്കെ മേഖലകളിലാണോ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടത്, ആ തലങ്ങളെ ഇപ്പോൾ കർത്താവിനെ സമർപ്പിക്കുക. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഏറെ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളെയും മേഖലകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന വ്യക്തികള് ഈ സമയം നിങ്ങളുടെ രോഗബാധിതമായ ആ തലങ്ങളിൽ നിങ്ങളുടെ കൈകൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി ആ തലങ്ങളിലേക്കെല്ലാം പ്രവഹിക്കുകയാണ്. സൗഖ്യത്തിന്റെ ശക്തിയായി, വിടുതലിന്റെ ശക്തിയായി, അഭിഷേകത്തിന്റെ ശക്തിയായി ഇതാ കർത്താവിന്റെ സാന്നിധ്യം രോഗികളുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ രോഗികളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ കർത്താവിന്റെ കരം വെളിപ്പെടുകയാണ്. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഇതാ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ രോഗക്കെട്ടുകളെയും കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കാം. കുടുംബ തകർച്ചകള്, വിട്ടുമാറാത്ത അസ്വസ്ഥതകള്, വിട്ടുമാറാത്ത ഭാരങ്ങള്, നിരന്തരമായ കുടുംബ കലഹങ്ങള്, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകള്, ഈ തകർച്ചകളെയെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവിടെയെല്ലാം ദൈവശക്തി വ്യാപരിക്കുവാനായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിന്റെ കൃപ പെരുമഴ പോലെ പെയ്തിറങ്ങുകയാണ്. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്ത കെട്ടുകളിൽ നിന്ന് അനേകം ജീവിതങ്ങളെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഇതാ കർത്താവ് സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണ്. ഈ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, തലമുറകളിലുള്ള എല്ലാ അടിമത്ത കെട്ടുകളെയും പൊട്ടിച്ചു കളഞ്ഞ് യഥാർത്ഥമായ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നയിക്കണമേ. മദ്യപാനത്തിന്റെ, നിരാശയുടെ, ജഡിക പാപങ്ങളുടെ, എല്ലാ അശുദ്ധ തിന്മകളുടെ ബന്ധനങ്ങൾ അഴിച്ചു കളഞ്ഞ് ക്രിസ്തുവിന്റെ പരിശുദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും നിറയ്ക്കണമേ. കരമുയർത്തി, സ്വരമുയർത്തി നമുക്ക് യേശുവിനെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ബന്ധനമഴിയ യേശുവേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, വിടുവിക്കുന്ന ദൈവമേ, എല്ലാ സാത്താൻ ആധിപത്യങ്ങളിൽ നിന്നും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് യഥാർത്ഥമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കർത്താവേ, സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും യേശു ക്രിസ്തുവിനെ